ഓണസദ്യയിൽ ഞാനൊരു 10 റെസിപ്പി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പം 10ൽ രണ്ടാമത്തെ ഇൻഗ്രീഡിയൻസ് ആണിത്. അതിൽ കരിയേപ്പില, പച്ചമുളക്, തേ ഈ ഉള്ളി, ജീരകം, ചെറിയ ജീരകം, ഇഞ്ചി, പിന്നെ തേങ്ങ, മഞ്ഞൾപ്പൊടി, ഇത്രയാണ് ഈ മോരുകറി ഉണ്ടാക്കാൻ പോകുന്നതിലുള്ള ഇടേണ്ട സാധനങ്ങൾ ഒക്കെ. ഇതെല്ലാം ഇനി നമ്മൾ ഒരു മിക്സി എടുത്തിട്ട് മിക്സിയിലാണ് നമ്മൾ ഇട്ട് അരയ്ക്കാൻ പോകുന്നത്. ജീരകം, ഇഞ്ചി, പച്ചമുളക്, തേങ്ങ, മഞ്ഞൾപ്പൊടി, ഇത്രയും നമ്മൾ ഇതിനകത്ത് ഇട്ടിട്ട് അരയ്ക്കണം. കുറച്ച് വെള്ളവും ഒഴിക്കേണ്ടതാണ്. അപ്പം കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. കാര്യം മോര് അടിച്ച് ഒഴിക്കുന്നുണ്ടല്ലോ, അപ്പോൾ അതിൽ എന്തായാലും വെള്ളം ഉണ്ടാവും. അപ്പം നമ്മൾ ഇതെല്ലാം അടിച്ച് കൊണ്ടുവന്ന് വെച്ചിരിക്കുകയാണ്. എന്നിട്ട് തൈരും, നല്ല കട്ട തൈര് അതിനകത്ത് ഒഴിച്ചിട്ട് ഒന്ന് അടിച്ചിട്ട് അത് നല്ലതുപോലെ ഇതാക്കി അത് കറക്റ്റായി ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് നമ്മൾ അത് ഇളക്കി നോക്കി കഴിഞ്ഞപ്പം മോരിന് ആവശ്യത്തിനുള്ള വെള്ളം എല്ലാം ഉണ്ട്. അപ്പോൾ അത് നമുക്ക് ഇനി ചട്ടി എടുത്ത് വെച്ച് ഒന്ന് കടുതാളിച്ചെടുക്കാം. അപ്പോൾ ചട്ടിക്കകത്ത് എണ്ണ ഒഴിച്ച് ഉള്ളിയിട്ട് അത് ചൂടാകുമ്പോൾ ഒന്ന് ഇളക്കി കൊടുത്ത് അത് നല്ല ഒന്ന് ചൂടായി വന്ന് അതിന് ശേഷം നമ്മൾ ഉള്ളി ചൂടായതിന് ശേഷം തന്നെയും ഒന്ന് മൂത്ത് വന്നതിന് ശേഷം തന്നെ കടുകിടാവും. മുമ്പാണെങ്കിൽ എല്ലാവരും ഫസ്റ്റിലെ കടുകിടും. അങ്ങനെ ഇട്ടാൽ ഈ കടുക് അങ്ങ് കരിഞ്ഞു പോവും. അതുകൊണ്ട് നമ്മൾ ആദ്യം എണ്ണ ഒഴിച്ച് ഉള്ളി ചൂടാക്കുക. ഉള്ളി ചൂടായി നല്ല ഒരു ബ്രൗൺ കളർ വരുമ്പോൾ ആണ് ഈ കടുകിട്ട് പൊട്ടേണ്ടത്. അപ്പോൾ കടുക് പൊട്ടുന്നത് വരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണമെന്നേ ഉള്ളൂ. പിന്നെ കരിയേപ്പില നമ്മൾ ഇടണം. കരിയേപ്പില ഇടുമ്പോൾ നമ്മൾ അധികം കരിഞ്ഞു പോകുന്നതായിട്ട് നമ്മൾ ആക്കണ്ട, അതിൻ്റെ ആവശ്യമില്ല. അത്രയും കരിയാതെ നമ്മൾ ആക്കിയതിന് ശേഷം ഇതിങ്ങോട്ട് മാറ്റി വെച്ചേക്കുക. എന്നിട്ട് ഒരു ചട്ടിയിൽ നമ്മൾ ഈ മോര് അടിച്ച് വെച്ചിരിക്കുന്ന മോര് കറി ആക്കുന്നതിനുള്ളത് സാധനങ്ങൾ നമ്മൾ മോര് ഒഴിച്ചിട്ട് അതൊന്ന് ഇളക്കി കൊടുത്ത് ചൂടായി വരണം. അപ്പോൾ അതുവരെ നമ്മൾ മോരും ഇട്ടിട്ട് ഓടല്. എന്നിട്ട് ചൂടായതിന് ശേഷം ഈ കടുക് താളിച്ചത് ഇതിൽ ഒഴിച്ച് വെക്കുക. അപ്പോൾ ഈ താളിച്ചത് മാറ്റി വെക്കുന്ന എന്തിനാന്ന് വെച്ചാൽ അടിയിൽ പോകാതെ മുകളിൽ കിടക്കാൻ വേണ്ടിയിട്ടാണ്. കണ്ടില്ലേ?